അതിൽ നിന്ന് നമുക്ക് സെർവോ മോട്ടോറാണ് പഠിക്കുന്നത്. സെർവോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളെ മനസ്സിൽ ഒരു കുറച്ച് ഹൈടെക് പേര് പോലെ ഇല്ലേ, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ വരുന്ന ഒരു ഡിവൈസ് ആണ് സെർവോ മോട്ടോർ. ഇപ്പൊ നമ്മളെ പ്രൊജക്റ്റിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് സെർവോ മോട്ടോർ കേട്ടോ. അപ്പൊ അതിന്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് കറക്റ്റ് മോട്ടോർ നിങ്ങൾക്ക് ഒരു 270 ഡിഗ്രി ഒക്കെ മാത്രമേ റൊട്ടേറ്റ് ചെയ്യേണ്ടൂ എന്ന് വിചാരിക്കുക. അങ്ങനത്തെയുള്ള ആവശ്യങ്ങൾക്ക് പ്രിസിഷൻ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യണം മോട്ടോറിന്, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാണ് സെർവോ മോട്ടോർ ഉപയോഗിക്കുക. അപ്പൊ കറക്റ്റ് ആംഗിളിലേക്ക് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം, അതാണ് അതിന്റെ മെയിൻ ഫങ്ഷൻ കേട്ടോ. ഇപ്പൊ നമുക്ക് അതിന്റെ ഒരു ഏകദേശം റിയൽ ആയിട്ട് കാണുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാകുക. ഇപ്പൊ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹോണ് മാത്രമേ കാണൂ. ഇവിടെ ഒരു ഹോൺ കാണുന്നില്ലേ, ഇതാണ് കറങ്ങുന്ന ഒരു ഫാൻ പോലെ കാണിക്കുന്നില്ലേ, സെർവോ ഹോൺ. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു ഐറ്റാണ് കാണുക. ഇതാണ് പുറത്ത് നമുക്ക് കാണാൻ പറ്റുക. ഇത് ഡിസ്മാൻഡിൽ ചെയ്ത ഇതുപോലെ ഉള്ളിലുണ്ടാവും, ഗിയർ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. മോട്ടോർ ഉണ്ട്. മെയിൻ ആയിട്ട് കാണുന്നില്ലേ, ബോർഡൊക്കെ കാണുന്നില്ല, PCBന്റെ ചെറിയ ബോർഡൊക്കെ കാണുന്നില്ല, കൺട്രോളറൊക്കെ കാണും. അപ്പൊ അതെന്താണ്, ഇലക്ട്രോണിക് ഐറ്റംസും കൂടി ഉള്ള ഡിവൈസ് ആണ് സെർവോ മോട്ടോർ. സാധാരണ ഒരു മോട്ടോർ അല്ല. DC മോട്ടോറിന്റെ കൂടെ ഇലക്ട്രോണിക് ആയിട്ടുള്ള അതിന്റെ കൺട്രോൾ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും. കറക്റ്റ് ആംഗിൾ റൊട്ടേറ്റ് ചെയ്യണ്ടേ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങൾ, ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഒക്കെ ഉള്ളത്. അപ്പൊ ഇത് എല്ലാം കൂടി കണക്ട് ചെയ്ത ഇതുപോലെയാണ് നിങ്ങൾക്ക് കിട്ടുക. പുറമെ ഒരു കറങ്ങുന്ന ഇതില്ലേ, കറങ്ങുന്ന ഈ ഹോൺ മാത്രമേ കാണാൻ പറ്റൂ. അത് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഒരു ഷാഫ്റ്റ്, നമ്മളെ മോട്ടോറിന്റെ ഷാഫ്റ്റ് ഇല്ലേ, ഇവിടെ ഗിയറിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് ഉണ്ടാകുക. ഇതിങ്ങനെ കറങ്ങുവാണ് ചെയ്യുക സെർവോ മോട്ടോറിൽ. ഇത് നിങ്ങൾ എക്സാമിന് പഠിക്കൊന്നും വേണ്ട, ഒരു ഓവറോൾ ഐഡിയക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഫിഗർ തന്നിട്ടുള്ളത്. ആദ്യത്തെ ഫിഗർ നമ്മൾക്ക് പഠിക്കേണ്ടേ ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കാണാം, ഒരു വയറ് പോകുന്നതാണെന്നില്ലേ, മോട്ടോറിലേക്കുള്ള DC സപ്ലൈ ഒക്കെ കൊടുക്കേണ്ട വയറാണ്. അതിൽ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്. പിന്നെ മൂന്നാമത് ഒരാളെ കാണുന്നുണ്ടാ, സ്ലൈഡ് കാണാൻ പറ്റുന്നില്ലേ? മോട്ടർ ഇതുപോലെ ഉണ്ടാവുക, എല്ലാം കൂടി നിങ്ങൾ കണക്ട് ചെയ്ത ഒരു ചെറിയൊരു പെട്ടി പോലെ, കറുത്ത പെട്ടി പോലെയാണ് ഉണ്ടാവുക. അപ്പൊ അതിലേക്ക് പോകുന്ന ഇൻപുട്ട് ഏതൊക്കെയാ, സപ്ലൈ എങ്ങനെയാലും വേണം അല്ലെ, DC സപ്ലൈ. അപ്പൊ പോസിറ്റീവ് പവർ, പിന്നെ 0 വോൾട്ട് അല്ലെ, ബാറ്ററിന്റെ മറ്റേ എൻഡ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഇതാണ് രണ്ട് പവർ സപ്ലൈ ഉണ്ടത്. പിന്നെ അത് മാത്രം പോരാ, എന്താണ് നമ്മൾ പറഞ്ഞു, ഈ സെർവോ മോട്ടോർ കറക്റ്റ് ആംഗിൾ ആണ് കറങ്ങുക. അപ്പൊ നമ്മൾ പറയണോ എത്ര ആംഗിളാ കറങ്ങണ്ടെന്ന് പറയണ്ടേ? നിങ്ങൾ സെർവോ മോട്ടോർ 300 ഡിഗ്രിയെ കറങ്ങണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ ആ ഇൻഫർമേഷൻ കൊടുക്കാനാണ് മൂന്നാമത്തെ ഈ പോയിന്റ്. ഇപ്പൊ 3 ലൈൻ ഉണ്ടാവും, ഈ മൂന്നാമത്തെ ലൈനിൽ കൊടുക്കുക ഈ ഇൻഫർമേഷൻ. 300 ഡിഗ്രി കറങ്ങിയാൽ മതി എന്നുള്ള ഇൻഫർമേഷൻ ആണ് കൊടുക്കുക. സിഗ്നൽ ഇൻപുട്ട് കൺട്രോൾസ് ദി ഔട്ട്പുട്ട് ആംഗിൾ. ഇപ്പൊ സാധാരണ PWM നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, പൾസ് വിത്ത് മോഡുലേഷൻ, കമ്മ്യൂണിക്കേഷനിൽ പഠിക്കുന്നുണ്ടോ? ഇത് ആംഗിൾ ഇൻഫർമേഷൻ കൊടുക്കേണ്ടിട്ടാണ് മൂന്നാമത്തെ ഈ വയർ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ കൊടുക്കണം, 300 ഡിഗ്രി കറങ്ങണം എന്നുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള ലൈനാണ് ഇത്. അപ്പൊ ഇത് ഡാറ്റയോ, ഇപ്പൊ 300 ഡിഗ്രി കറങ്ങണ്ടിക്ക് ആ ഇൻഫർമേഷൻ കൊടുക്കുന്നതാണ് ഈ സിഗ്നൽ ഇൻപുട്ട് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ അത് PWM സിഗ്നൽ ആയിട്ട് മാത്രമാണ് കൊടുക്കുക. നിങ്ങൾ കൂടുതലും നിങ്ങൾ പിന്നെ പഠിച്ചോളും. PWM സിഗ്നൽ ഫോർമാറ്റിലാണ് പോയത്, അല്ലാണ്ട് 300 ഡിഗ്രി ഇല്ല കേട്ടാ. ഇവിടെ പോകുന്നപ്പോ 300 ഡിഗ്രിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സിഗ്നൽ ആണ് പോവുക. അത് പൾസ് വിത്ത് മോഡുലേറ്റഡ് സിഗ്നൽ ആണ്, അതിന്റെ പേര് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പൊ അതാണ് 300 ഡിഗ്രി ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള PWM സിഗ്നൽ ആയിരിക്കും പോവുക കേട്ടാ. അത് ബാക്കി നിങ്ങൾ പഠിക്കും, PWM ഒക്കെ പഠിക്കും. അത് ഞാനിപ്പം പറഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല, നമ്മൾ ഇലക്ട്രിക്കലിന് അത് ആവശ്യമില്ല. PWM സിഗ്നൽ മാത്രമാണ് പോകുന്നതെന്ന് നിങ്ങൾ പറയാം. അപ്പൊ 3 ആദ്യം തന്നെ ഉണ്ട്. ആദ്യം സപ്ലൈ, DC മോട്ടറിലേക്കുള്ള സപ്ലൈ പോകും. പിന്നെ ഈ സിഗ്നലാണ് നമ്മൾ എത്ര ഡിഗ്രി കൺട്രോൾ ചെയ്യണം എന്നുള്ള ഇൻഫർമേഷൻ കൊടുക്കുക. മൂന്നാമത്തെ സിഗ്നലാണ് PWM സിഗ്നലാണ് കൊടുക്കുക കേട്ടോ. ഇത്രയും കാര്യം മനസ്സിലായില്ല PWM. അപ്പൊ ഇതിന്റെ മൊത്തത്തിൽ ഇതാണ് നിങ്ങൾ വരക്കേണ്ടത്. ഇപ്പൊ PWM സിഗ്നൽ നമ്മൾ എത്ര ഡിഗ്രി കറങ്ങണം എന്നുള്ള PWM സിഗ്നൽ നമ്മളെ മോട്ടോറിലേക്ക് എത്തി, ആ കറുത്ത ബോക്സിലേക്ക് എത്തിയില്ല. അപ്പൊ അവിടെ എന്തുണ്ടാവും, ഫസ്റ്റ് തന്നെ PWM സിഗ്നലിനെ കൊണ്ട് നമ്മൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല, അതിനെ കൺവേർട്ട് ചെയ്യണം, വോൾട്ടേജ് ആയിട്ട് കറസ്പോണ്ടിങ് വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇവിടെ വോൾട്ടേജ് ആണ്, പൾസ് വിഡ്ത് ടു വോൾട്ടേജ് കൺവേർട്ടർ ചെയ്യാം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ മാത്രമാണ് ഇത്. കറക്റ്റ് ആ വോൾട്ടേജ് വാല്യൂ ഒന്നല്ല വരിക. ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ്. നമുക്ക് 180 ഡിഗ്രി കറക്കിയാൽ മതി മോട്ടോറിന്. അപ്പൊ 180 ഡിഗ്രി കറക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള PWM സിഗ്നൽ വരും. അപ്പൊ അത് നമ്മളെ വോൾട്ടേജ് കൺവേർട്ടറിലേക്ക് എത്തും. 180 ഡിഗ്രി കറസ്പോണ്ടിങ് ആയിട്ടുള്ള PWM സിഗ്നൽ വോൾട്ടേജ് കൺവേർട്ടർ കൺവേർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് എളുപ്പത്തിന് വേണ്ടിക്ക് 180 ഡിഗ്രിക്ക് കൺവേർട്ട് ചെയ്താൽ 180 വോൾട്ട് കിട്ടുന്ന വിചാരിക്കുക. PWM സിഗ്നൽ കൺവേർട്ട് ചെയ്താൽ 180 വോൾട്ട് കിട്ടുന്ന വിചാരിക്കുക. അപ്പൊ 180 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് എളുപ്പത്തിന് വേണ്ടി ഒരു 180 വോൾട്ട് കിട്ടിയെന്ന് വിചാരിക്കുക. ഇത് ചെറിയ വോൾട്ട് ഉണ്ടാവും, റിയൽ ആയിട്ട് നോക്കുമ്പോൾ 5 വോൾട്ട് 3 വോൾട്ട് ആ റേഞ്ചിൽ ഉണ്ടാവും. ഞാനൊരു
എളുപ്പത്തിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പൊ 180 ഡിഗ്രി ആണെങ്കിൽ പൾസ് വിഡ്ത്ത് ടു വോൾട്ടേജ് കൺവേർട്ടർ എന്ത് ചെയ്യും, മോട്ടറിന്റെ ഉള്ളിലെ എക്യുപ്മെന്റിലെ ഇലക്ട്രോണിക് PCB സർക്യൂട്ട്സ് ഒക്കെ ഇല്ലേ, അത് അവിടെ വെച്ചിട്ട് കൺവേർട്ട് ചെയ്യും. PWM സിഗ്നൽ കറസ്പോണ്ടിങ് വോൾട്ടേജ് ആക്കിയിട്ട് മാറ്റും. ഇപ്പൊ എളുപ്പത്തിന് വേണ്ടി 180 ഡിഗ്രിനെ 180 വോൾട്ട് ആക്കി മാറ്റി. ഇനി നമ്മളെ മോട്ടോർ ഇവിടെ കറങ്ങുന്നുണ്ടാവും കേട്ടാ, ഇതാണ് കറങ്ങുന്ന മോട്ടോർ. അപ്പൊ മോട്ടോർ കറങ്ങുമ്പോൾ അതിന്റെ പൊസിഷൻ എത്ര ഡിഗ്രി കറങ്ങി എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് പൊസിഷൻ സെൻസർ തരും. ഇപ്പൊ സെൻസർ എന്നുള്ള കേട്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഹൈടെക് എന്തോ സെൻസർ ആണ്. അല്ല, സാധാരണ ഒരു പൊട്ടൻഷ്യോമീറ്റർ തന്നെയാണ് അവിടെ വെക്കുന്നത്. അത് ഗിയർ അസംബ്ലിയിൽ കണക്ട് ചെയ്തിട്ടാണ് ഉണ്ടാകുക. ഇതിന്റെ ഫിഗർ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഈ ഫിഗർ കാണുന്നില്ലേ? എങ്ങനെ വെച്ചാൽ മോട്ടോർ കറങ്ങുമ്പോൾ നോക്കിയാൽ മതി, ഇവിടുത്തെ ഗിയർ അറ്റാച്ച് ചെയ്തിട്ടില്ലേ, അപ്പൊ ഈ ഗിയറും കറങ്ങും. ഔട്ട്പുട്ട് ഷാഫ്റ്റ് കണക്ട് ചെയ്തിട്ടുള്ള ഈ ഗിയർ കറങ്ങും. അപ്പൊ അതിൽ വേറെ ഒരു ഗിയർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇതാ ഈ ഗിയർ ഇങ്ങോട്ടേക്ക് കറങ്ങും. ഇത് കറങ്ങുമ്പോൾ നോക്കിയാൽ മതി, ഇതും കറങ്ങൂല്ലേ, ഇവിടെയുള്ള ഗിയർ കറങ്ങും. അതാണ് നമ്മളെ പൊസിഷൻ സെൻസർ എന്ന് പറയുന്ന പൊട്ടൻഷ്യോമീറ്റർ ആണ് പൊസിഷൻ സെൻസർ. അപ്പൊ ആ ഗിയർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, നമ്മളെ പൊസിഷൻ സെൻസറായ പൊട്ടൻഷ്യോമീറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ മോട്ടോർ കറങ്ങുമ്പോൾ നോക്കിയാൽ മതി, ഈ ഗിയർ കറങ്ങും. അപ്പൊ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടില്ല, പൊട്ടൻഷ്യോമീറ്ററിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ കറങ്ങുന്നതിനനുസരിച്ചിട്ട് പൊട്ടൻഷ്യോമീറ്ററിന്റെ റെസിസ്റ്റൻസ് വാല്യൂ ചേഞ്ച് ചെയ്യും അല്ലെ. ഇവിടെ കറങ്ങുന്നതനുസരിച്ചിട്ട് ഗിയർ ഇവിടെ കണക്ട് ചെയ്തുകൊണ്ട് എന്താ പൊട്ടൻഷ്യോമീറ്ററിന്റെ വാല്യൂ കൂടി വരുന്ന രൂപത്തിലായിരിക്കും. സാധാരണ ക്ലോക്ക് വൈസ് ആണ്, കൂടും, ആന്റി ക്ലോക്ക് വൈസ് കുറയും. അങ്ങനെ റെസിസ്റ്റൻസ് വാല്യൂ പൊട്ടൻഷ്യോമീറ്ററിന്റെ കുറയും. അതാണ് ശരിക്കും നമ്മൾ പൊസിഷൻ സെൻസർ ആയിട്ട് എടുക്കുന്നത് കേട്ടോ, പൊട്ടൻഷ്യോമീറ്ററിന്റെ റെസിസ്റ്റൻസ് വാല്യൂ. ഒരു വോൾട്ടേജ് കറണ്ട് ഉണ്ടെങ്കിലോ I/R വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അപ്പൊ വോൾട്ടേജ് ഡ്രോപ്പ് നമുക്ക് നോക്കിയാൽ മതി പൊസിഷനായിട്ട്. അപ്പൊ വോൾട്ടേജ് കിട്ടും അല്ലെ, I/R വോൾട്ടേജ്. ഇതിൽ കൂട്ടൊരു കോൺസ്റ്റന്റ് DC സപ്ലൈ കൊടുത്താൽ വോൾട്ടേജ് കിട്ടൂലേ, I/R. പൊട്ടൻഷ്യോമീറ്ററിന്റെ റെസിസ്റ്റൻസ് അനുസരിച്ചുള്ള ഒരു വോൾട്ടേജ് ആണ് കിട്ടുക. അപ്പൊ ഇത് കറങ്ങുന്നതിനനുസരിച്ച് ആ വോൾട്ടേജ് വ്യത്യാസം വരും അല്ലെ, റെസിസ്റ്റൻസ് മാറും. റെസിസ്റ്റൻസ് മാറുമ്പോൾ I/R അല്ലെ, റെസിസ്റ്റൻസ് മാറുമ്പോൾ I/R വോൾട്ടേജ് മാറൂലേ. പൊട്ടൻഷ്യോമീറ്ററിന്റെ പൊസിഷൻ അനുസരിച്ചിട്ടുള്ള വോൾട്ടേജ് ആണ് പൊട്ടൻഷ്യോമീറ്റർ തരിക. അതേ ഉള്ളൂ പൊസിഷൻ സെൻസർ. അപ്പൊ ഇത് കണക്ട് ചെയ്തിരിക്കുന്ന എവിടെയാണ്, ഗിയർ സപ്ലൈയിലാണ്, ഗിയർ സിസ്റ്റത്തിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ മോട്ടറിന്റെ ഗിയർ സിസ്റ്റത്തിൽ നമ്മളെ പൊസിഷൻ സെൻസറായ പൊട്ടൻഷ്യോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തുടക്കത്തിൽ നമുക്ക് നമ്മളെ മോട്ടർ 0 ഡിഗ്രിയിലുള്ളതെന്ന് വിചാരിക്കുക. ഇപ്പൊ നമുക്ക് വേണ്ടത് മോട്ടറിന് 180 ഡിഗ്രിയിലേക്കാണ് കറക്കേണ്ടത്. ഇപ്പൊ പൾസ് വിഡ്ത്ത് വോൾട്ടേജ് കൺവേർട്ടർ ഒരു റെഫറൻസ് ആയിട്ടുള്ള 180 വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യും. ഇത് കോൺസ്റ്റന്റ് ആയിട്ട് അവിടെ കിടക്കും. ഇനി നമ്മളെ നോക്കാം, മോട്ടോർ 0 ഡിഗ്രിയിലാണ് തുടക്കത്തിലുള്ളത്. മോട്ടോർ കറങ്ങാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പൊ എന്താ പൊസിഷൻ സെൻസർ ഇല്ല, 0 വോൾട്ട് ആണ് തരിക. പൊട്ടൻഷ്യോമീറ്റർ കറങ്ങിയിട്ടില്ല, 0 റെസിസ്റ്റൻസിലാണ് കിടക്കുന്നത്. അപ്പൊ 0 വോൾട്ട് അല്ലെ, പൊസിഷൻ സെൻസറിന്റെ ഔട്ട്പുട്ട് 0 വോൾട്ടിലാണ് ഉള്ളത്. ഇപ്പൊ നോക്കട്ടെ, രണ്ടും തമ്മിലെ ഡിഫറൻസ്, ഈ കമ്പറേറ്റർ ഇതിന്റെ ഡിഫറൻസ് എടുക്കും കേട്ടോ. ഇപ്പൊ 180 A - B, ഇത് A ആണ്, ഇത് B ആണെങ്കിൽ A - B ആണ് എടുക്കുക. അപ്പൊ 180 വോൾട്ട് മൈനസ് 0, 180 വോൾട്ട് തന്നെ കിട്ടും അല്ലെ. അപ്പൊ അതിനെ ഒന്ന് ആംപ്ലിഫൈ, മോട്ടറിനെ കറക്കേണ്ട രൂപത്തിൽ അതിനെ ആംപ്ലിഫൈ ചെയ്യും. അപ്പൊ 180 വോൾട്ടിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് മോട്ടറിലേക്ക് കൊടുക്കും. അപ്പൊ നല്ല വോൾട്ടേജ് ആണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ മോട്ടർ കറങ്ങൂലേ, മോട്ടർ കറങ്ങുമ്പോ ഇവിടുത്തെ റെസിസ്റ്റൻസ് ഇല്ലേ, പൊട്ടൻഷ്യൽ ഇത് ഒന്ന് റൊട്ടേറ്റ് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. നല്ല ഫോഴ്സിലാണ് തുടക്കത്തിൽ 180 വോൾട്ട് ഉള്ളതുകൊണ്ട് തുടക്കത്തിൽ നല്ലോണം കറങ്ങും. ഇപ്പൊ പൊട്ടൻഷ്യോമീറ്ററിന്റെ ഇതും എന്താണ്, റെസിസ്റ്റൻസ് കൂടിയിട്ടുണ്ടാവും. കറങ്ങുന്നതിനനുസരിച്ചിട്ട് പൊട്ടൻഷ്യോമീറ്ററിന്റെ റെസിസ്റ്റൻസ് വാല്യൂ കൂടിയിട്ടുണ്ടാവും. ഇപ്പൊ വോൾട്ടേജ് നമുക്കറിയാം, കുറച്ച് കറങ്ങി ഒരു 45 ഡിഗ്രി കറങ്ങി എന്ന് വിചാരിക്കുക. 45 ഡിഗ്രി കറങ്ങുമ്പോൾ റെസിസ്റ്റൻസ് അതിനനുസരിച്ച് കൂടിയിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് എന്താവും, ഒരു 45 വോൾട്ട് കിട്ടും അല്ലെ. 45 ഡിഗ്രിയാണ് 45 വോൾട്ട്, അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ നോക്കാം. അപ്പൊ 180 മൈനസ് പിന്നെ എന്താ, കമ്പറേറ്റർ വീണ്ടും ഇതിന്റെ ഡിഫറൻസ് എടുക്കും. 180 മൈനസ് 45 കുറഞ്ഞില്ലേ, എത്രയാണ്, 135 കിട്ടും അല്ലെ, 135 വോൾട്ട്. അപ്പൊ മോട്ടറിന്റെ കറക്കത്തിന്റെ ഇത് കുറയും, സ്പീഡൊക്കെ കുറയും, വോൾട്ടേജ് കുറഞ്ഞില്ലേ. ഇപ്പൊ വീണ്ടും മോട്ടർ കറങ്ങിയിട്ട് ഒരു പിന്നെയും കറങ്ങി ഒരു 110 ഡിഗ്രി എത്തി എന്ന് വെച്ചാൽ, മോട്ടർ 110 ഡിഗ്രി എത്തി. അപ്പൊ നമ്മുടെ പൊട്ടൻഷ്യോമീറ്ററിന്റെ ഔട്ട്പുട്ട് എത്രയാണ് വരിക, 110 വോൾട്ട്. വീണ്ടും ഡിഫറൻസ് എടുക്കും, 180 മൈനസ് 110 എത്ര കിട്ടും, 70 കിട്ടും. ഇപ്പൊ മോട്ടർ പിന്നെയും ഒന്ന് സ്ലോ ആയിട്ടേ കറങ്ങും, 70 വോൾട്ടേജ് കിട്ടുന്നുള്ളൂ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മോട്ടർ കറങ്ങും അല്ല, DC മോട്ടർ കറങ്ങും. ഇപ്പൊ കറങ്ങി വീണ്ടും മോട്ടർ മ്യൂട്ട് ചെയ്താ വീണ്ടും മോട്ടർ കറങ്ങി 180 ഡിഗ്രി എത്തും. ഇതാരുടെ ഓൺ ആയിട്ടുണ്ടല്ലോ. പിന്നെ മോട്ടർ 180 ഡിഗ്രി കറങ്ങുമ്പോ നോക്കിയട്ടെ, മോട്ടർ 180 ഡിഗ്രി കറങ്ങുമ്പോ പൊട്ടൻഷ്യോമീറ്ററിന്റെ റെസിസ്റ്റൻസ് കൂടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് 180 വോൾട്ട് തന്നെ വരും അല്ലെ. അപ്പൊ എന്താ, 180 വോൾട്ട്
ഇവിടെ എത്ര കിട്ടുക? കമ്പാരേറ്ററിന്റെ ഔട്ട്പുട്ട് രണ്ടും എ മൈനസ് ബി ചെയ്താൽ 0 കിട്ടിയില്ലേ? 0 കിട്ടി. അതിന്റെ അർത്ഥം എന്താ? പവർ ഒന്നുമില്ല, വോൾട്ടേജ് 0 ആണ്. ആംപ്ലിഫൈ ചെയ്താലും 0 ആണ്. മോട്ടർ ഇനി പവർ കിട്ടിയിട്ടില്ല. മോട്ടർ ഏകദേശം ആ 180 ഡിഗ്രിയിൽ എത്തുമ്പോൾ സ്റ്റോപ്പ് ആവും. ഇപ്പൊ ഗിയർ സിസ്റ്റം ആയതുകൊണ്ട് മെല്ലനെ ഇത് മോട്ടർ കറങ്ങും, നല്ല സ്പീഡിലൊന്നും കറങ്ങൂല. അതുകൊണ്ട് കറക്റ്റ് 180 എത്തുമ്പോൾ തന്നെ സ്റ്റോപ്പ് ആവും കേട്ടാ. ഗിയർ സിസ്റ്റം ഉള്ളതുകൊണ്ട് 180 ഡിഗ്രിയിൽ എത്തുമ്പോൾ 180 വോൾട്ട് ആവും. അപ്പൊ എ മൈനസ് ബി എടുക്കുമ്പോൾ എന്താ? ഇത് റെഫറൻസ് ഇൻപുട്ട് വോൾട്ടേജ്, ഇത് ആക്ച്വൽ ആയിട്ട് മോട്ടറിന്റെ വോൾട്ടേജ്. അത് രണ്ട് കമ്പയർ ചെയ്യും. രണ്ട് വോൾട്ടേജ് സെയിം ആയാൽ അല്ലേ എറർ ഔട്ട്പുട്ട് 0 ആയിരിക്കും, കമ്പാരേറ്ററിന്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അതുകൊണ്ട് മോട്ടർ ആ ഡിഗ്രിയെ കറങ്ങും. 180 വോൾട്ട് 180 ഡിഗ്രി കൊടുക്കുകയാണെങ്കിൽ മോട്ടർ 180 കറങ്ങും, അവിടെ സ്റ്റോപ്പ് ആവും. ഇങ്ങനെയാണ് ഉള്ളത് അല്ലെ. അപ്പൊ അത് ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഡി സി റെഫറൻസ് വോൾട്ടേജ് സെറ്റ് ചെയ്യണം, എത്ര ഡിഗ്രി കറങ്ങണം എന്നുള്ളത്. പിന്നെയോ ഫീഡ്ബാക്ക് വോൾട്ടേജ് അല്ലെ, ഫീഡ്ബാക്ക് ആണ്, ഇതാണ് ഫീഡ്ബാക്ക്. ഔട്ട്പുട്ടിൽ നിന്ന് എടുക്കുന്ന വോൾട്ടേജിനാണ് നമ്മൾ ഫീഡ്ബാക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത് അല്ലെ. ഫീഡ്ബാക്ക് വോൾട്ടേജും ഈ റെഫറൻസ് വോൾട്ടേജ് കമ്പയർ ചെയ്യും, അതല്ല പിന്നെ ചെയ്യുന്നത്. ഫീഡ്ബാക്ക് വോൾട്ടേജ് സപ്ലൈ ടു ഇൻപുട്ട് ഓഫ് ദി കമ്പാരേറ്റർ. പിന്നെ കമ്പാരേറ്റർ രണ്ട് വോൾട്ടേജും കമ്പയർ ചെയ്യും. പിന്നെയോ എന്നിട്ട് ഒരു എറർ വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യും. ഈ എറർ വോൾട്ടേജ് ആണ് നമ്മളെ മോട്ടറിലേക്ക് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ആ തുടക്കത്തിൽ ആ എറർ വോൾട്ടേജ് കൂടുതലായിരിക്കും. ആദ്യം 180 ഇവിടെ 0 ആ. അതുകൊണ്ട് നമ്മളെ മോട്ടർ നല്ലോണം കറങ്ങും. അപ്പൊ മോട്ടർ കറങ്ങുന്നതിനനുസരിച്ചിട്ട് ഇതിന്റെ ആംഗിളും കൂടുതലേ, പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ? പൊസിഷൻ 0 90 120 180 അങ്ങനെ മാറി മാറി വരും അല്ലെ. അപ്പൊ 180 ഡിഗ്രി എത്തുമ്പോൾ 180 വോൾട്ട്. അപ്പൊ രണ്ട് വോൾട്ടേജും ഈക്വൽ ആവും. അപ്പൊ കമ്പാരേറ്റർ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അപ്പൊ മോട്ടർ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെയാണ് മോട്ടറിന് കറക്റ്റ് കിട്ടുന്നത്. ഇനി ചില കേസിൽ ചിലപ്പോൾ മോട്ടർ ഒരു 230 ഡിഗ്രിയിലാണ് ഇനീഷ്യൽ കേസ് ഉള്ളത് വിചാരിക്കുക കേട്ടാ. മോട്ടർ നമ്മളിപ്പോ 0 അല്ല പറഞ്ഞത്, ചില കേസിൽ 230 മോട്ടറിൽ കിടക്കാണ് പൊസിഷൻ. 230 ഇപ്പൊ തുടക്കത്തിൽ നമുക്ക് പൊട്ടൻഷ്യൽ മീറ്ററിൽ നിന്ന് കിട്ടുന്ന വാല്യൂ എത്രയാ? ഇവിടെ 230 വോൾട്ട് കിട്ടും. അപ്പൊ 180 മൈനസ് 230 നെഗറ്റീവ് വോൾട്ടേജിൽ കിട്ടുക. അപ്പൊ മോട്ടർ തിരിച്ചിട്ടാണ് കറങ്ങുക കേട്ടാ. തിരിച്ച് കറങ്ങി കറങ്ങി 180 എത്തുന്നവരെ കറങ്ങും. 230 പിന്നെ മോട്ടർ റിവേഴ്സിൽ കറങ്ങും. അങ്ങനെയും വരാം. അപ്പൊ മോട്ടർ 0 തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ലല്ലോ, ഏതെങ്കിലും ഒരു ആംഗിളിലായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അപ്പൊ അതിനനുസരിച്ചിട്ടും ഇതിന് വരും, വ്യത്യാസം വരും. അപ്പൊ നെഗറ്റീവ് ആണ് കമ്പാരേറ്ററിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പൊ മോട്ടർ റിവേഴ്സ് ഡയറക്ഷനിൽ കറങ്ങും. അപ്പൊ 230 ആണെങ്കിൽ റിവേഴ്സിൽ കറങ്ങുമ്പോൾ എന്താ? അതിന്റെ ആംഗിൾ കുറഞ്ഞു വരില്ലേ? 230 220 അല്ലെ, 190 പിന്നെ ലാസ്റ്റ് 180 എത്തും. 180 എത്തുമ്പോൾ വീണ്ടും നമ്മൾ പറഞ്ഞ പോലെ 180 വോൾട്ട് ഇവിടെയും 180 വരും. രണ്ട് ഈക്വൽ ആകുമ്പോൾ എന്താ? കമ്പാരേറ്റർ ഔട്ട്പുട്ട് 0 ആവും. അപ്പൊ അവിടെ മോട്ടർ ഓഫ് ആവും. അങ്ങനെയും വരാം. അപ്പൊ 0 പറയുന്നതാണ് നിങ്ങൾക്ക് എളുപ്പം അല്ലെ. രണ്ട് രീതിയിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഏത് മോട്ടർ എപ്പോഴും ആ 180 ഡിഗ്രി ഉണ്ട്, 180 ഡിഗ്രിയിൽ നിന്നോളൂ ഇവിടെ കേട്ടാ. ഇത്രയാണ് സെർവോ മോട്ടോറിൽ പറയാനുള്ളത്. അതായത് കുറച്ചും കൂടി നമ്മൾ പറഞ്ഞ എറർ ഡിറ്റക്ടർ കമ്പാരേറ്റർ ആംപ്ലിഫയറും ചിലപ്പോൾ ഒരുമിച്ചായിരിക്കും ഉണ്ടാകുക കേട്ടാ. കമ്പാരേറ്റർ ആൻഡ് ആംപ്ലിഫയർ ഒരുമിച്ച് ഇതുപോലെ ആയിരിക്കും ഉണ്ടാകുക. ഇവിടെ നമ്മളെ റെഫറൻസ് ഇൻപുട്ട് സിഗ്നൽ PWM സിഗ്നൽ കൺവേർട്ട് ചെയ്യുന്ന സിഗ്നൽ കേട്ടാ. കൺവേർട്ട് ചെയ്ത വോൾട്ടേജ് സിഗ്നൽ ആണ് ഇവിടെ. നേരത്തെ പറഞ്ഞ 180 വോൾട്ട്, 180 ഡിഗ്രി ആണ് 180 വോൾട്ട്. ഇത് പൊട്ടൻഷ്യൽ മീറ്റർ കറങ്ങുന്നതിനനുസരിച്ചിട്ട് അല്ലെ കിട്ടുന്ന വോൾട്ടേജ്. അത് രണ്ടാണ് കമ്പയർ ചെയ്യുക. അപ്പൊ തുടക്കത്തിൽ 0 വോൾട്ട് ആയിരിക്കും. കറങ്ങുന്നതിനനുസരിച്ച് വോൾട്ടേജ് ഇവിടുത്തെ കൂടും, പൊട്ടൻഷ്യൽ മീറ്ററിന്റെ വോൾട്ടേജ് കൂടും അല്ലെ. 50 പിന്നെ ലാസ്റ്റ് 180 എത്തും. 180 വോൾട്ട് എത്തിയാലോ രണ്ട് ഈക്വൽ ആയി. അപ്പൊ എന്താ? എറർ ഡിഫറൻസ് 0 ആണ്. മോട്ടർ കറങ്ങുക, 0 വോൾട്ടേജ് ഇട്ടുകൊണ്ട് DC മോട്ടർ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് ഐഡിയ. ഇത് വരക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഗിയറൊക്കെ ഉള്ളതുകൊണ്ട് വരക്കാൻ ബുദ്ധിമുട്ടാണ്. പറ്റണമെങ്കിൽ ഇത് നിങ്ങൾക്ക് വരക്കാം കേട്ടാ. രണ്ട് വരച്ചാലും മാർക്ക് കിട്ടും.